മണ്ണിന്റെ മക്കളുടെ അവകാശബോധം ചൊടിപ്പിച്ച ഭൂവുടമയും സംഘവും ചുട്ടുകൊന്ന 44 പേരുടെ സ്മരണകൾ ജ്വലിപ്പിച്ച് CPIM പാർട്ടി കോൺഗ്രസ് നഗരിയിൽ ഒരുക്കിയ കലാശില്പം. ഡിസംബർ 25 തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ കീഴ്വെൺമണി ഗ്രാമത്തിൽ കർഷക തൊഴിലാളി കുടുംബാംഗങ്ങളായ 44 പേരെയാണ് ഒരു വീട്ടിനുള്ളിൽ അടച്ചിട്ട് ചുട്ടുകൊന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന ഗോപാലകൃഷ്ണ നായിഡു എന്ന ജന്മിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കൊടും ക്രൂരത. വെന്തുമരിച്ച 44 പേരിൽ 23 കുട്ടികളും 5 വൃദ്ധരും 16 സ്ത്രീകളും ഉണ്ടായിരുന്നു. വടികളും ആയുധങ്ങളുമായി ജന്മികൾ അവരെ ആക്രമിച്ചു. ശേഷം ജീവനോടെ കത്തിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ ബലമായി തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ബി ശ്രീനിവാസറാവു, മണിയമ്മൈ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ കൂലി വർധനയ്ക്കും മെച്ചപ്പെട്ട ജീവിതത്തിനും വേണ്ടി പാവപ്പെട്ട ദളിതർ സമരം ചെയ്തതിന്റെ പ്രതികാരമായിട്ടായിരുന്നു നിഷ്ഠൂരമായ കൂട്ടക്കൊല. തഞ്ചാവൂരിലും സമീപ പ്രദേശങ്ങളിലുമായി മണ്ണിൽ പണിയെടുക്കുന്ന 10,000-കണക്കിന് കർഷക തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിലും അവർക്കാർക്കും ആ ഭൂമിയിൽ അവകാശമുണ്ടായിരുന്നില്ല. തൊഴിലാളികൾ എന്നതിനേക്കാൾ അടിമത്തൊഴിലാളികൾ എന്ന വിശേഷണമാണ് അവർക്ക് കൂടുതൽ യോജിച്ചിരുന്നത്. 1936 ചെന്നൈയിൽ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തമിഴ്നാട്ടിലെ ആദ്യ യൂണിറ്റിലെ സഖാക്കളുടെ പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്ന് ഈ തൊഴിലാളികളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു. ജന്മിയും തൊഴിലാളിയും മനുഷ്യരാണെന്നും ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ തൊഴിലാളിക്ക് അവകാശമുണ്ടെന്നും അവരെ പഠിപ്പിച്ചു. ഘട്ടം ഘട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കിസാൻ സഭയുടെയും ചെങ്കൊടിക്കു കീഴിൽ തൊഴിലാളികൾ അണിനിരന്നു. തുടർന്നുള്ള വർഷങ്ങൾ നിരന്തര പോരാട്ടങ്ങളുടേതായിരുന്നു. തൊഴിലാളികൾക്ക് അവകാശങ്ങളെപ്പറ്റി ബോധ്യമുണ്ടായത് ഭൂവുടമകളെ അലോസരപ്പെടുത്തി. 1968 ഡിസംബർ 25 8ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പ്രദേശത്തെ CPIM നേതാക്കളെല്ലാം കൊച്ചിയിലേക്ക് പോയ സമയം. സഖാക്കളുടെ അസാന്നിധ്യം മനസ്സിലാക്കിയ നായിഡു 2 ട്രാക്ടർ നിറയെ ഗുണ്ടകളുമായി കീഴ്വെൺമണിയിലെത്തി. തോക്കും മാരകായുധങ്ങളുമായി വന്ന ഗുണ്ടകളെ കണ്ട് നാട്ടുകാർ ഭയന്നോടി. മുന്നിൽ കണ്ട കുടിലുകൾക്ക് ഗുണ്ടകൾ തീ കൊളുത്തി. ഗ്രാമവാസികളെ വെട്ടിയും വെടിവെച്ചും വീഴ്ത്തി. ഗ്രാമത്തിൽ അടച്ചുറപ്പുണ്ടായിരുന്ന ഒരേയൊരു വീട് രാമയ്യൻ പാപ്പമ്മ ദമ്പതികളുടേതായിരുന്നു. ഭയന്നോടിയ സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധർക്കും അവർ തങ്ങളുടെ വീട്ടിൽ അഭയം നൽകി. പക്ഷേ ആളൊഴിഞ്ഞ കുടിലുകൾ ഓരോന്നായി അഗ്നിക്കിരയാക്കിയ നായിഡുവിനും കൂട്ടാളികൾക്കും ഗ്രാമവാസികൾ രാമയ്യന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്ന് മനസ്സിലായി. വീട് പുറമേ നിന്ന് പൂട്ടിയ ശേഷം കയ്യിലുണ്ടായിരുന്ന മണ്ണെണ്ണ ക്യാനുകൾ ഗുണ്ടകൾ വീടിന് മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നാലെ തീപ്പന്തങ്ങളും. ആ ചെറിയ വീട്ടിൽ നിന്ന് നിലവിളികൾ ഉയർന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ 44 ദളിതരുടെ വെന്ത ശവശരീരങ്ങളാണ് ഗ്രാമം കാണുന്നത്. സ്വന്തം ജീവൻ ബലികൊടുക്കേണ്ടി വന്നിട്ടും സ്വാഭിമാനവും ചെങ്കൊടിയും ഉയർത്തിപ്പിടിച്ച മനുഷ്യർ പിന്നീട് രാജ്യത്താകെയുള്ള കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾക്ക് ഊർജമായി. കീഴ്വെൺമണിയിലെ മനുഷ്യർ പകർന്നു നൽകിയ ഊർജം തെല്ലും ചോരാതെയാണ് തമിഴ്നാട്ടിലെ സഖാക്കൾ ഇന്നും ജാതി വിവേചനത്തിനും ചൂഷണങ്ങൾക്കുമെതിരായ പോരാട്ടം നയിക്കുന്നത്. അവിസ്മരണീയമായ ഈ ത്യാഗം ഓർമ്മിക്കാതെ മധുരയിൽ 24ാം പാർട്ടി കോൺഗ്രസ് എങ്ങനെ പൂർണ്ണമാകും?